ട്രൈബൽ കോർട്ട് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇറങ്ങി രാവിലെ 7:45 ഇവിടെ കർണപ്രയാഗിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മീറ്റേഴ്സേ ഉള്ളൂ, ഇവിടെ 200 മീറ്ററേ ഉള്ളൂ. കർണപ്രയാഗ് നദികളുടെ സംഗമത്തിനെയാണ് പ്രയാഗ് എന്ന് പറഞ്ഞത്. ഏതൊക്കെ നദികളാണ് ഇവിടെ സംഗമിക്കുന്നുള്ളത് നമ്മൾ കണ്ടറിയണം. കർണപ്രയാഗിന്റെ വ്യൂ ആണ് ഇത്. ഒരു ചെറിയ ടൗണെന്നോ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് ആദിബദ്രി ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഞാൻ ഇപ്പൊ തുടങ്ങി, ആദ്യം തൊഴുതിട്ട് വന്നു. അതല്ല എന്റെ ശരി. അതെ അതെ, ഇത് പ്രത്യേക തരത്തിലുള്ള चलो देखो, ये ऐसा ही मेरा ही फोटो, अभी वीडियो चल रहा है, मेरा भी आने का जैसा इधर भी. Where are you from, sir? केरला. केरला. ओह, पिक्चर भी, फोटो भी लेना. स्टार्ट कर दिया आपने? फिर मैं कर दिया स्टार्ट है. ये ओके, थैंक यू. उधर जाओ. नहीं, सब एक जगह ठीक है. यस सर, थैंक यू. वेलकम. ये धूप के वजह से दिखता नहीं बराबर. वो तो ये है ना, वो तो जैसे बॉडी चलो कैसा ये यहाँ पर पूरा नहीं लगे. सीताराम लक्ष्मण ഉള്ളമ്പരം വരുത്തിയേക്കാം. എല്ലാം കിട്ടുന്നുണ്ട്, മേലെ എല്ലാം കിട്ടുന്നുണ്ട്. റെഡി.
This all Kerala people. Yes, we are one group. One group. How many people? About 135. 135. Swami Udit Chaitanya ji. Where is stay? We are coming from Pipal Koti. We People stayed Koti. there. Oh. Yes. From there we came here. Now we are going to Haridwar. Okay, Anna. Okay then, special. Ajay, अंदर की मत लेना फोटो. കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മീൻസ് എന്തെങ്കിലും അവർക്ക് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ चिरपुरातनമായ प्राचीन मंदिर है. हाँ ये या लिया मैंने और थोड़ा इस दूसरों को भी जो काम में आएगा ना इसलिए. आपने तो चाय भाई पिए क्या? हाँ. ചിരപുരാതനമായ ആദി ബദ്രി ക്ഷേത്രമാണ്. പഞ്ചബദ്രികളിൽ ഒരു ക്ഷേത്രം, 5 ബദ്രികളിൽ ഒരു ക്ഷേത്രമാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്കിത് ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസാണ്. ഒരു ചെറിയ ഏരിയയാണ്, അതിൽ തന്നെ ഒരുപാട് ടെമ്പിൾസ്, ചെറിയ ചെറിയ ടെമ്പിൾസ്, വളരെ ചെറുതാണ്. പക്ഷെ കരിങ്കല്ലിൽ തീർക്കാനല്ല, അധികം ശില്പകലയൊന്നുമില്ല. ഈ മലയുടെ അടിവാരത്തിലാണ് അത് കാണാം. വീട് കാരണം അത്ര കാണുന്നില്ല, എങ്കിലും ആ മലകൾ കാണാം. അതിൻ്റെ അടിവാരത്തിലാണ്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ നേരെ കാണുന്നത് ശിവക്ഷേത്രമാണ്. ഈ കാണുന്ന ശിവക്ഷേത്രം. അതിൻ്റെ വലതുവശത്തായിട്ട് കാളി ക്ഷേത്രമാണ് കാണുന്നത്. കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് കാണാം. പിന്നെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ എന്താണെന്നൊന്നും ചോദിക്കരുത്. പിന്നെ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഇടതുവശത്ത് കാണുന്നത്. ജാനകി ടെമ്പിൾ, സീതാദേവിയുടെ ക്ഷേത്രം. ഹനുമാൻ ടെമ്പിൾ, ഇത് രാം, ലക്ഷ്മൺ, സീത, 3 പേരുടെയും കൂടെ ക്ഷേത്രം. ചെറിയ ശില്പങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഈ ഒരു കോമ്പൗണ്ട് കാണുന്നത്. ഇതിന് മുകളിലോട്ട് കയറുമ്പോൾ നമ്മുടെ വലതുവശത്തായിട്ട് കുറേ ഇതിങ്ങനെ കാണാം. അത് പ്രത്യേകിച്ചൊന്നും ഇല്ല, അവിടെ വരെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സീതാക്ഷേത്രം, രാമസീതാക്ഷേത്രം, രാമലക്ഷ്മൺ സീത, അത് കഴിഞ്ഞിട്ട് ഗണേശ ക്ഷേത്രം ഇവിടെയാണ് കാണുന്നത്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ സാധാരണ കാണാത്തതാണ്. എല്ലാത്തിനും സ്ട്രക്ചർ ഒരുപോലെയാണ്. ടോപ്പ് ഞാൻ പറഞ്ഞ റൂഫ് ഒരുപോലെ തന്നെയാണ്. പോകാൻ പറ്റത്തില്ല. ഇപ്പം ഒന്നുകൂടെ സ്റ്റെപ്പ് കയറുവാണ്. ഇവിടെയാണിത്. ഇവിടെ ഈ 3 ക്ഷേത്രങ്ങളാണ് സ്റ്റെപ്പുകൾ. ഇതാണ് ആദിനാരായണ പ്രധാന ക്ഷേത്രം. അപ്പോൾ അതിന് നമ്മൾ ചുറ്റി വരാനേ പറ്റുള്ളൂ. ഇത് കുബേരക്ഷേത്രം. പക്ഷെ ഇവിടെ വിഗ്രഹങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ചുറ്റി വരികയാണ്. ഇതാണ് സത്യനാരായണ ക്ഷേത്രം. ഇത് ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഈ താഴ്ത്തിറങ്ങുവാണ്. കരിങ്കൽ സ്റ്റെപ്പുകളാണ്. ഇതിൻ്റെ അടിയിൽ കുറച്ച് ചിത്രപ്പണികളുണ്ട് ചെറിയ രീതിയിൽ. പിന്നെ ഇതിൽ ചെറിയ ചക്രഭാൻ എന്ന് എഴുതിയിട്ടുണ്ട്. ചെറിയൊരു ക്ഷേത്രമായിരിക്കാം. അന്നപൂർണ ദേവിയാണ് ഇതിൻ്റെ അടുത്ത് കാണുന്നത്.
പ്രൂഫ് എല്ലാത്തിനും സെയിമാണ്. ചക്രമാണ് സീതാനാരായണൻ. ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്മി നാരായണൻ ആദി ബദ്രി ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. വിഷ്ണു ടെമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇതിന് മുമ്പിൽ തന്നെ ഇങ്ങനെയും കാണാം, നേർ മുമ്പിലായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ സാധാരണ കാണാറില്ല ഒരു അമ്പലത്തിൽ. പക്ഷേ ഇത് ശിവനാണ്, ശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോറി, ഇത് ഗരുഡ ക്ഷേത്രമാണ്. ഇതാണ് ആദി ബദ്രി ക്ഷേത്രം. ഇനി തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് പ്രത്യേക ഒരു രീതിയിലാണ് പണിതിരിക്കുന്നത്. കാരണം ഒറ്റ രീതിയിൽ പറയാൻ പറ്റില്ല, ഇത് ഒരു ക്ഷേത്രം എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഗൗരി ശങ്കറാണ് ശിവൻ, ഗൗരി സമതനായിട്ടുള്ള ശിവനാണ് ഇത് ശങ്കർ. പിന്നെ ഇത് താഴെ വീണ് ഹനുമാൻ ടെമ്പിൾ കണ്ടിട്ടുണ്ട്. ഒന്നും പറ്റിയില്ല, സ്റ്റെപ്പ് താഴെ ഇറങ്ങിപ്പോയി കാണാൻ പറ്റുന്നില്ല സ്റ്റെപ്പ്. ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ നിയന്ത്രണത്തിലാണ്, പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്, അത് പ്രൊഹിബിറ്റഡ് ഏരിയ. വന്ന ശിവക്ഷേത്രം. പിന്നെ ഈ ആൽമര, ആൽമര ശരിക്കും പുറത്താണ് നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ ആൽമരം കണ്ടില്ല. പ്രത്യേകിച്ച് നദിയിൽ തന്നെ ഇങ്ങനെ ചില ആഴികക്കുടങ്ങൾ, കരിങ്കല്ല് ആയിരിക്കും കാണുന്നുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഈ ശിലാഭാഗം വായിക്കുകയാണെങ്കിൽ ഏൻഷ്യന്റ് ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആദിബദ്രി. ദിസ് ഗ്രൂപ്പ് ഓഫ് temples known as Adibadri Dham is one among the 5 Badris, that is Adibadri, Dhyan Badri, Yog Badri, Bhavishya Badri and Vishal Badri. There were 16 temples earlier, but presently only 14 temples exist and can be dated between 8th and 12th century AD. On the basis of architectural features, the main temple of the group is dedicated to Lord Vishnu, and other subsidiary shrines belong to Sri Lakshmi Narayan, Annapurna, Surya Narayan, Ganesha, Parabrahma എന്നായി ഉദ്ദേശിക്കുന്നു, ശിവ, ഗരുഡ, ദുർഗ ആൻഡ് ജാനകി എക്സെട്ര. 2004 ഇതാണ് എൻഗ്രേവിംഗ് ആണ്. ഇതാണ് ഈ ഒരു അമ്പലത്തെ പറ്റി പറയാനുള്ളത്. അദ്ദേഹമാണ് ഇവിടുത്തെ പൂജാരി. പക്ഷേ ഉള്ളിൽ ഒരു വിളക്ക് പോലും ഒരിടത്തും കണ്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞത്? മുഴുവൻ ഇരുട്ടാണ്, ഒരു വിളക്ക് പോലും ഒരിടത്തും കണ്ടില്ല. പിന്നെ ഒരു അദ്ദേഹത്തിൻ്റെ ഭാര്യ, അങ്ങനെ ആരും ആയിരിക്കാം, ഒരു സ്ത്രീയും വന്ന് ചെറിയ രീതിയിൽ പൂജകൾ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ക്ഷേത്രത്തിൽ. ഇവിടെ എന്തുകൊണ്ട് വിളക്കോ അങ്ങനെയൊന്നും കാണുന്നില്ല.